Welcome to RK's Stories. പറയാനിനിയും 43. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ കുട്ടികളുടെ ഡാൻസിന്റെ അരങ്ങേറ്റം നടക്കുകയായിരുന്നു. സുദേവിന്റെ അടുത്തേക്ക് വലിച്ചിട്ട കസേരയിലിരുന്ന് അവന്റെ തോളിൽ ചാരിക്കൊണ്ടാണ് വിഭ ആ ഡാൻസുകൾ കണ്ടത്. സുദേവിന്റെ കണ്ണുകൾ മുന്നിൽ നടക്കുന്ന കലാപരിപാടികളിലായിരുന്നെങ്കിലും അവന്റെ ഉള്ളിൽ അല്പം മുന്നേ വിഭ പറഞ്ഞ കാര്യങ്ങളായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. അവളാകട്ടെ യാതൊന്നും സംഭവിച്ചിട്ടില്ലാത്ത മട്ടിൽ മുന്നിൽ നടക്കുന്ന കലാപരിപാടികൾ ആസ്വദിക്കുന്നതിനിടയിലും ഇടയ്ക്ക് ഇടം കണ്ണിട്ട് തൊട്ടടുത്ത് സ്ക്രൂ പോയതുപോലെ ഇരിക്കുന്ന സുദേവിനെ നോക്കി ചിരിയടക്കി. തോളിൽ ചാരിയിരുന്ന വിഭ ഉറക്കം തൂങ്ങി നെഞ്ചിലേക്ക് വീഴാൻ തുടങ്ങിയപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിച്ചത്. ഓയ് വാ പോകാവിനി. അവൻ തോണ്ടി വിളിച്ചപ്പോൾ അവൾ കണ്ണുകൾ മിഴിച്ച് പകച്ചു നോക്കി. കഴിഞ്ഞോ? കണ്ണു തിരുമിക്കൊണ്ട് അവൾ ചുറ്റിനും നോക്കി. എന്ത് കഴിഞ്ഞോന്ന്? ഡാൻസ് കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഇനി ഇവിടെ ഇരുന്നാലേ നിന്നെ ഞാൻ തോളത്തെടുത്തിട്ടുണ്ട് പോവേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞോൾ എഴുന്നേക്ക്, നമുക്കേ റൂമിൽ പോയി കിടക്കാം. ഇനി പോയി കിടന്ന നിർമാല്യം കാണാൻ ഞാൻ എഴുന്നേക്കില്ല മാഷെ. അതിന് ഇനിയൊരു ഡാൻസ് കൂടിയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായാലും റൂമിലേക്ക് പോകേണ്ടി വരും. വേണ്ട മാഷെ, നമുക്കിന്ന് കണ്ണന്റെ ഒപ്പം ഇവിടെ ഇരിക്കാന്നേ. എന്നിട്ട് 1:30 മണിയാകുമ്പോ ഹോട്ടലിലേക്ക് പോവാം പ്ലീസ്. അവൾ അപേക്ഷയോടെ അവനെ നോക്കി. എന്നാ വാ, നമുക്കോരോ ചായ കുടിച്ചിട്ട് വന്നിരിക്കാം. അവൻ എഴുന്നേറ്റതോടെ അവളും അവനോടൊപ്പം എഴുന്നേറ്റു. മാഷെ, നേരത്തെ ഞാൻ രേഷ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ മാഷിന് വിഷമായോ? ഗുരുവായൂരപ്പൻ മ്യൂസിയത്തിന് മുന്നിലെ പെട്ടിക്കടയുടെ മുന്നിൽ നിന്ന് ചൂട് കട്ടൻ ഊതി കുടിക്കുന്നതിനിടയിലാണ് അവൾ അത് ചോദിച്ചത്. എന്തിന്? സത്യം പറഞ്ഞ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. വിഭക്കുട്ടിയെ കണ്ടിട്ടാ അവൾ ആ വടിയും ഓങ്ങിക്കൊണ്ടുവന്നത്. അത് മനസ്സിലായത് കൊണ്ടല്ലേ ഞാൻ ആ വടി വാങ്ങി അവളുടെ തലക്ക് തന്നെ അടിച്ചത്. യാതൊരു ഭാവഭേദവും കൂടാതെ അവൾ പറഞ്ഞത് കേട്ട് സുദേവിന് ചിരി പൊട്ടി. മാഷിനെ അപ്പച്ചി വിളിക്കുന്നത് ഉണ്ണി എന്നല്ലേ? അപ്പച്ചി മാത്രമല്ല, അച്ഛനും അങ്ങനെയാ വിളിച്ചിരുന്നത്. ആ രേഷ്മ എന്തായിരുന്നു മാഷിനെ വിളിച്ചിരുന്നേ? ഏയ് സുദേവ്, അങ്ങനെ പലതും. ചായ ഊതി കുടിക്കുന്നതിനിടയിൽ അവൾ മിഴികൾ ഉയർത്തി അവനെ നോക്കി. ഞാൻ മാഷിനെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചോട്ടെ? രാത്രിയുടെ തണുപ്പുരുകിയതുപോലെ അവന്റെ ഉള്ളിലൊരു മഞ്ഞുതുള്ളി വീണു. കണ്ണുകൾ പരസ്പരം കോർത്തപ്പോൾ ഉറക്കച്ചടവ് മാറിയ വിഭയുടെ കണ്ണുകളുടെ തിളക്കം കൂടിയിരുന്നു. പുതിയൊരു നൃത്തം തുടങ്ങിയതിന്റെ പാട്ടും താളമേളങ്ങളും ഓഡിറ്റോറിയത്തിൽ നിന്നും അവർ കേട്ടു. ചുവടുകൾ പിഴച്ചുപോയൊരു നൃത്തത്തിന്റെ ഓർമ്മകൾക്ക് മുകളിൽ അവന്റെ ഉള്ളിൽ പുതിയൊരു ചിലങ്കയുടെ നാദമുയർന്നു. അവളുടെ കൺമുനകളുടെ നോട്ടം കണ്ണുകളിലൂടെ കടന്ന് അവന്റെ ഹൃദയത്തിൽ തൊട്ടു. പിന്നെന്താ, ഇപ്പൊ കുട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ കേട്ടോ. ഇനിയും ആ നോട്ടത്തിൽ കുരുങ്ങി നിന്നാൽ മനസ്സിടറും എന്ന് തോന്നിയതും അവൻ ചായ കുടിച്ചതിന്റെ കാശ് കൊടുത്തിട്ട് ഓഡിറ്റോറിയത്തിലെ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് നോക്കി. അടുത്ത വരികളിലേക്ക് നൃത്തത്തിന്റെ ചുവടുകൾ കടന്നിരിക്കുന്നു. വാ, അവൻ വിളിച്ചത് കേട്ട് അവൾ ഒപ്പം നടന്നു. ഓഡിറ്റോറിയത്തിലേക്ക് കടന്നിരുന്ന അവർ നൃത്തത്തിന്റെ ബാക്കി ഭാഗങ്ങൾ ആസ്വദിച്ചു. ആ ഒരു നൃത്തത്തോടെ കലാപരിപാടികൾ അവസാനിച്ചെങ്കിലും അമ്പലത്തിനു ചുറ്റും അപ്പോഴും ആളുകൾ ഒഴുകിക്കൊണ്ടിരുന്നു. ആ ആളുകളെയും അവിടത്തെ കാഴ്ചകളും നോക്കി വിഭ സുദേവിനൊപ്പം അവിടെയിരുന്നു. അല്പനേരം കഴിഞ്ഞ് കാഴ്ചകൾ കണ്ടുകൊണ്ട് അവന്റെ തോളിലേക്ക് ചാരിയിരിക്കാൻ തുടങ്ങിയവൾ കുറച്ചു നേരം കൂടി കഴിഞ്ഞതും
അവന്റെ മടിയിലേക്ക് വീണ് ഉറക്കമായി. മടിയിൽ തലവെച്ച് ഉറങ്ങുന്നവളെ ചേർത്തു പിടിച്ചുകൊണ്ട് സുദേവ് കാലുകൾ നീട്ടിവെച്ച് കസേരയിലേക്ക് ചാരിയിരുന്നു. സുദേവ് കുലുക്കി വിളിക്കുന്നതറിഞ്ഞാണ് വിഭ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നത്. അവന്റെ മടിയിലാണ് കിടപ്പെന്ന് മനസ്സിലായതും അവൾ ചാടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. സോറി ഉണ്ണിയേട്ടാ, ഉറങ്ങിപ്പോയി. കൈകൊണ്ടവൾ മുഖം തിരുമുന്നത് കണ്ട് അവൻ മുണ്ടിന്റെ കോന്തല കൊണ്ട് അവളുടെ മുഖം തുടച്ചു കൊടുത്തു. മണി 1 കഴിഞ്ഞു, അതാ വിളിച്ചത്. ഇപ്പൊ ഇവിടെ ഇരുന്ന് അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് റൂമിലേക്ക് പോകാം. ഓടന്ന്. അവൻ കളിയാക്കുകയാണെന്ന് മനസ്സിലായതും അവൾ കവിളുകൾ വീർപ്പിച്ചു. ഇനി ചായ വേണോ? കസേരയിൽ നിന്നും എഴുന്നേറ്റിട്ട് അവൻ ചോദിച്ചു. അവൾ ചുമലുകൾ കൂച്ചി. എന്നാ വാ, നമുക്ക് ചെന്ന് അവരെ എഴുന്നേൽപ്പിക്കാം. അവൻ പറഞ്ഞത് കേട്ട് അവളും കസേരയിൽ നിന്നും എഴുന്നേറ്റ് കൈകൾ വിടർത്തി മൂരി നിവർത്തി. റൂമിൽ ചെന്ന അവർ അപ്പച്ചിയെയും ശ്രീഹരിയെയും വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സും ചേഞ്ച് ചെയ്ത് ഹോട്ടലിൽ നിന്നും ഇറങ്ങിയപ്പോഴേക്കും 2 മണിയായിരുന്നു. ഇപ്രാവശ്യം അപ്പച്ചി പറയാതെ തന്നെ വിഭ സുദേവിനൊപ്പമാണ് നടന്നിരുന്നത്. വെളുപ്പിനെയുള്ള നനുത്ത തണുപ്പിനെ അകറ്റാനെന്നോണം സുദേവിനെ മുട്ടിയുരുമി അവന്റെ ശരീരത്തിലെ ചെറു ചൂടും ആസ്വദിച്ചുകൊണ്ടായിരുന്നു അവളുടെ നടത്തം. കറുത്ത ഷർട്ടും അതിനൊത്ത കരയുള്ള മുണ്ടും ധരിച്ച സുദേവും അതിന് ചേരും വിധത്തിൽ ബ്ലൗസും സാരിയും ധരിച്ച വിഭയും മുട്ടിയുരുമി കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ നടക്കുന്നത് ആസ്വദിച്ചുകൊണ്ട് അപ്പച്ചിയും ശ്രീഹരിയും അവർക്കു പുറകിലായി നടന്നു. അമ്പലത്തിനോടടുത്തപ്പോൾ തന്നെ കണ്ണന്റെ ഉണർത്തുപാട്ടായ പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പി ലീലയുടെ മനോഹര സ്വരത്തിൽ ആലപിക്കുന്നത് അവർ കേട്ടു. നിർമാല്യ ദർശനവും വാഗച്ചാർത്തും കണ്ടിട്ടാണ് അവർ തൊഴുതിറങ്ങിയത്. കൊടിമരത്തിനടുത്തായി ഉരുളിയിൽ വെച്ചിരുന്ന കുന്നിക്കുരുവാരാൻ വിഭ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സുദേവ് തിരക്കിനിടയിലൂടെ അവളെ അങ്ങോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞതും അവൾക്ക് ഒറ്റയടി പ്രദക്ഷിണം ചെയ്യണമെന്ന് പറഞ്ഞതിനാൽ അപ്പച്ചിയെയും ശ്രീഹരിയെയും തുലാഭാരം നടക്കുന്നതിനടുത്തുള്ള തട്ടിലിരുത്തിയ ശേഷം സുദേവ് അവൾക്കൊപ്പം ചെന്നു. പ്രദക്ഷിണ വഴിയിലൂടെ നാമജപത്തോടെ 7 വട്ടം അവൾ ഒറ്റയടി പ്രദക്ഷിണം ചെയ്തപ്പോൾ സുദേവും അവൾക്കൊപ്പം നടന്നു. പ്രദക്ഷിണം കഴിഞ്ഞ് നടക്കൽ നിന്നും പ്രാർത്ഥിച്ച ശേഷം തിരിഞ്ഞ അവളോട് സുദേവ് ചോദിച്ചു. എന്തായിരുന്നു ഇപ്പൊ കുട്ടി പ്രാർത്ഥിച്ചത്? അത് പറയാൻ പറ്റൂല, രഹസ്യ. ആണോ? അവൾ തലകുലുക്കി. എന്നാ ശരി, ഇനി നമുക്ക് ഇറങ്ങാലോ. അതും പറഞ്ഞവൻ അപ്പച്ചിയും ശ്രീഹരിയും ഇരിക്കുന്നതിനടുത്തേക്ക് ചെന്നു. ശ്രീഹരി അപ്പോഴേക്കും പുറത്തിറങ്ങി കൗണ്ടറിൽ നിന്നും പാൽപ്പായസവും വെണ്ണയും എല്ലാം വാങ്ങിയിരുന്നു. അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങി ചായയും കുടിച്ച ശേഷം ഹോട്ടലിൽ പോയവർ 8 മണിയോടെ റൂമുകൾ വെക്കേറ്റ് ചെയ്ത് ഗുരുവായൂരപ്പന്റെ മണ്ണിൽ നിന്നും യാത്ര പറഞ്ഞു. 11 മണിക്ക് മുന്നേ അവർ തിരികെ കളമശ്ശേരിയിലെത്തി. ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് അപ്പച്ചി പറഞ്ഞത് കാരണം സുദേവും വിഭയും അവിടെ തന്നെ നിന്നു. തലേ ദിവസം കാലത്ത് വന്നതാണെങ്കിലും ഗുരുവായൂരേക്ക് പോകാനുള്ള തിരക്കിനിടയിലായതിനാൽ വീടവൾ ശരിക്കും കണ്ടിരുന്നില്ല. ഹരിക്കും സുദേവിനുമൊപ്പം വീട്ടിലെ ഓരോ മുറികളും കാണുന്നതിനിടയിൽ കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കും വിധം നടന്നാൽ നാളെ ആശ്രയ ഈ വീട്ടിൽ താമസിക്കാനുള്ളവളാണെന്നും അതോടൊപ്പം തന്റെ ഉള്ളിലെ ഇഷ്ടം കൂടി നടന്നാൽ ഇടയ്ക്ക് എല്ലാവരും കൂടെ ഇവിടെ ഒത്തുകൂടാൻ സാധിക്കുമല്ലോ എന്നുമൊക്കെയായിരുന്നു അവൾ ചിന്തിച്ചത്. ചുറ്റും മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആ വീട് അവൾക്ക് അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. മുകളിലത്തെ മുറിയിൽ തെക്ക് വശത്തെ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നതും കല്യാണ സൗഗന്ധികത്തിന്റെ സുഗന്ധം മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. ഉണ്ണിയേട്ടാ, അത് കല്യാണ സൗഗന്ധികത്തിന്റെ മണമല്ലേ? നീ ഇവിടെ നട്ടിട്ടുണ്ടോ? പുറകിൽ നിന്നിരുന്ന സുദേവിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടായിരുന്നു വിഭയുടെ ചോദ്യം. ഹരിയുടെ മുന്നിൽ വെച്ച് അവളുടെ ഉണ്ണിയേട്ട എന്നുള്ള ആ വിളി സുദേവിന്റെ മുഖത്ത് ചെറിയൊരു ചമ്മൽ പടർത്തിയപ്പോൾ ഹരി രണ്ടുപേരെയും നോക്കി വാ പൊളിച്ചു. ഇതൊക്കെ എപ്പോ? അവന്റെ ചോദ്യം കേട്ട് വിഭ കുറുമ്പു നിറഞ്ഞ കണ്ണുകൾ അവന് നേർക്ക് തിരിച്ചു. എന്ത്? അല്ല, ഈ ഉണ്ണിയേട്ട എന്നുള്ള വിളി. അപ്പോ മാഷ എന്നുള്ളത് മാറ്റിയോ? എല്ലാം പെട്ടെന്നായിരുന്നു ഇൻസ്പെക്ടർ സാറേ. ഇന്നലെ രാത്രി ഓഡിറ്റോറിയത്തിൽ നൃത്തം നടക്കുന്നതിനിടയിലായിരുന്നു. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.
പെട്ടെന്ന് അവളിൽ കൂടിയ ബാലാമണിയെ കണ്ട് ഹരിയുടെ വായ ഒന്നുകൂടി പൊളിഞ്ഞു. അവൻ അവളുടെ അത്തരം ഭാവങ്ങളൊക്കെ ആദ്യമായി കാണുകയായിരുന്നു. സുദേവ് പിന്നെ കുറച്ചു നാളായി ഇതൊക്കെ കാണാൻ തുടങ്ങിയതുകൊണ്ട് അവളെയും നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. വാ അടക്ക്, ഞാൻ കാര്യം പറയാം. രേഷ്മ ഇന്നലെ എന്റെ മുന്നേ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഇനി മുതൽ മാഷിനെ ഉണ്ണിയേട്ടാന്ന് വിളിച്ചാൽ മതി എന്ന്. ഏ അതേന്നേ, സത്യമായിട്ടും ഇല്ലേ ഉണ്ണിയേട്ടാ? അവൻ തല കുലുക്കി. കണ്ടോ? അവൾ വിജയിയെ പോലെ ഹരിയുടെ നേർക്ക് നോക്കി. അവൻ അപ്പോഴും തനിക്ക് ഭ്രാന്തായതാണോ അതോ നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായതാണോ എന്ന മട്ടിൽ നിൽക്കുകയായിരുന്നു. മോളെ. താഴെ നിന്നും അപ്പച്ചിയുടെ വിളി കേട്ടതും അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്തോ ഇതാ വരുന്നപ്പച്ചി. ഉറക്കെ വിളി കേട്ടുകൊണ്ട് ചാടിത്തുള്ളി താഴേക്ക് പോകുന്നവളെ നോക്കിയ ശേഷം ഹരി സുദേവിന് നേർക്ക് തിരിഞ്ഞു. എന്തോന്നാ ചേട്ടാ ഇത്? ഇതാണ് മോനെ യഥാർത്ഥ വിപക്കുട്ടി. സോ സ്വീറ്റ്. അല്ല, അവളെന്താ രേഷ്മയുടെ കാര്യം പറഞ്ഞത്? ഇന്നലെ രാത്രി അമ്പലത്തിൽ വെച്ച് അവളും അവനും കൂടി പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു. എന്റെ അടുത്ത് വന്ന് ചോദിച്ചു ഇവൾ ആരാണെന്ന്. എന്നിട്ട് ചേട്ടൻ എന്ത് പറഞ്ഞു? എനിക്ക് പറയാനൊരു അവസരം കിട്ടിയാലല്ലേ പറയാൻ പറ്റൂ. അതിനു മുന്നേ ഇവള് ചാടിക്കയറി പറഞ്ഞു എന്റെ ഭാര്യയാണെന്ന്. ഏ എനിക്ക് വയ്യ എന്റെ അമ്മച്ചി. ചിരി സഹിക്കാനാവാതെ ഹരി വയറു കുത്തിപ്പിടിച്ചു. ചിരി ഒന്നടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു, ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ചുകൂടെ? ഇവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ ചേട്ടന് സാധിക്കില്ലേ? പാവല്ലേ ചേട്ടാ അവള്. അവനോട് എന്തു മറുപടി പറയണം എന്ന ആലോചനയോടെ സുദേവ് വാതിൽപ്പടിയിൽ ചാരി പുറത്തേക്കും നോക്കി നിന്നു. വിഭ ചെന്നപ്പോൾ അപ്പച്ചി അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള തിരക്കിലായിരുന്നു. ചോറ് തിളപ്പിച്ച് വാർക്കാനായി വെച്ചിരിക്കുന്നു. അടുപ്പത്ത് വെണ്ടയ്ക്ക നീളത്തിൽ അരിഞ്ഞുണ്ടാക്കുന്ന മെഴുക്കുപുരട്ടി തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പച്ചി സ്ലാബിൽ ചാരി നിന്ന് ഉള്ളി പൊളിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ 3-4 കോഴിമുട്ടകൾ ഇരിപ്പുണ്ട്. മുട്ട വറുക്കാനാണെന്ന് മനസ്സിലായതും അവൾ അപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ഇങ്ങത്തെ അപ്പച്ചി, ഞാൻ ചെയ്തോളാം. അവളെ നോക്കി ചിരിച്ച അപ്പച്ചി കയ്യിലിരുന്ന കത്തി അവളെ ഏൽപ്പിച്ച ശേഷം ഗ്യാസ് അടുപ്പിനടുത്തേക്ക് ചെന്ന് മെഴുക്കുപുരട്ടി മെല്ലെ ഒന്ന് ചിക്കി. മോളെ. എന്താ അപ്പച്ചി? ഉള്ളി പൊളിക്കുന്നതിനിടയിൽ തന്നെ അവൾ മുഖമുയർത്തി നോക്കി. മോളുടെ കാര്യങ്ങളൊക്കെ ഇപ്പൊ നോക്കുന്നത് ചിറ്റയാന്നല്ലേ പറഞ്ഞേ? അതെ. ഇനിയിപ്പോ മോള് സുദേവിന്റെ ഫ്ലാറ്റിലല്ലേ താമസിക്കാനും പോകുന്നേ? അവൾ തലകുലുക്കി. എന്നാ പിന്നെ നമുക്ക് ആ താമസം അങ്ങ് സ്ഥിരമാക്കിയാലോ? ആ ചോദ്യം കേട്ട് ഉള്ളി പൊളിച്ചുകൊണ്ടിരുന്ന അവളുടെ കൈകൾ നിശ്ചലമായി. കണ്ണുകൾ വിടർത്തി അവൾ അപ്പച്ചിയെ നോക്കി. അപ്പച്ചിയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയായിരുന്നു. എന്റെ ഉണ്ണിക്ക് വേണ്ടി മോളെ ഞാൻ ആലോചിക്കട്ടെ. ഒരു നിമിഷം കൊണ്ടവളുടെ മുഖം തുടുത്തു. കവിളിലേക്ക് ഇരച്ചെത്തിയ ചുവപ്പിന് ചെമ്മാനത്തിനേക്കാൾ ഭംഗിയായിരുന്നു. മോൾ എന്താ ഒന്നും പറയാത്തെ? ശബരികുട്ടന്റെ കാര്യത്തില് എനിക്കൊരു പേടിയുമില്ല. അവന്റെ ഭാര്യ ശ്രീജയും നല്ലൊരു കുട്ടിയാ. പക്ഷെ ഉണ്ണി, അവനൊരു പാവാ മോളെ. മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കാനേ അവനറിയൂ. മോൾ അവന്റെ ജീവിതത്തിലേക്ക് വന്നാ പിന്നെ അപ്പച്ചിക്ക് സമാധാനമായിട്ട് കണ്ണടക്കാം. അതിനപ്പച്ചിയെ ഞങ്ങൾ വിട്ടിട്ട് വേണ്ടേ? അപ്പച്ചി ഉണ്ണിയേട്ടന്റെ മക്കളെയും അവരുടെ മക്കളെ ഒക്കെ കണ്ടിട്ട് പോയാ മതി കേട്ടോ. അപ്പച്ചിയുടെ അടുത്തേക്ക് ചെന്ന വിഭ അവരുടെ മൂക്കിൻ തുമ്പത്ത് കളിയായിട്ടൊന്ന് വലിച്ചു. മോൾ എന്താ ഇപ്പൊ അവനെ വിളിച്ചേ? ചോദ്യം കേട്ട് അവളൊന്ന് എരിവ് വലിച്ച് ഒറ്റ കണ്ണടച്ചു. സ്ലാബിൽ നഖം കൊണ്ട് കോറി മുഖം താഴ്ത്തി നിന്നവളുടെ ഇരു കവിളുകളിലും പിടിച്ച് മുഖമുയർത്തിയ ശേഷം അപ്പച്ചി അവളുടെ മൂർധാവിൽ ചുണ്ടുകൾ അമർത്തി. കവിളുകളിൽ പിടിച്ച് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അപ്പച്ചി ചോദിച്ചു, ഞാൻ മോളുടെ ചിറ്റയെ വിളിച്ച് സംസാരിക്കട്ടെ? വേണ്ട അപ്പച്ചി. മുഖം കുനിച്ചുകൊണ്ട് അവൾ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എന്തേ മോളെ, അവന് പ്രായം കൂടുതലുള്ള കൊണ്ടാന്നോ? അയ്യോ അല്ലപ്പച്ചി,
അവളുടെ കൈവിരലുകൾ ഉയർന്ന് അപ്പച്ചിയുടെ ചുണ്ടുകളെ തടഞ്ഞു. ഉണ്ണിയേട്ടന്റെ മനസ്സില് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഉണ്ണിയേട്ടൻ തന്നെ പറയട്ടെ അപ്പച്ചി. അവൻ പറയത്തില്ല മോളെ. അവൻ ഒരു ടാക്സി ഡ്രൈവർ ആയതുകൊണ്ടാ അവൾ അവനെ ഇട്ടേച്ചു പോയതെന്നാ അവൻ വിചാരിക്കുന്നേ. അങ്ങനെ ചിന്തിക്കുമ്പോ ഉള്ളിൽ ഇഷ്ടം തോന്നിയാലും അവൻ പറയത്തില്ല. അതിന് മറുപടി പറയാതെ വിഭ സ്ലാബിൽ ചാരി മുഖം താഴ്ത്തി നിന്നതേയുള്ളൂ. അപ്പച്ചി ഒരു നെടുവീർപ്പോടെ അവളെ നോക്കി. ആവശ്യത്തിന് കാശ് അവൻ പുറത്ത് ജോലി ചെയ്തപ്പോ സമ്പാദിച്ചിട്ടുണ്ട്. അതുകൂടാതെ തറവാട്ട് വിറ്റപ്പോൾ കിട്ടിയ കാശും അവന്റെ പേരിൽ ബാങ്കിലുണ്ട്. പിന്നെ കുറച്ച് കാശ് ആ ഫ്ലാറ്റ് വാങ്ങിയപ്പോൾ ചെലവായെന്നേ ഉള്ളൂ. അതവൻ ആ എന്തിരവളുടെ പേരിലാ വാങ്ങിയേ. അപ്പച്ചി എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നേ? ഉണ്ണിയേട്ടന്റെ ജോലിയോ സാമ്പത്തിക സ്ഥിതിയോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ വലുതല്ലേ അപ്പച്ചി ആ ഒരു കരുതലും കൂടെയുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സും. ഞാനങ്ങനെ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയാവരുത് ഉണ്ണിയേട്ടൻ എന്നെ കൂടെ കൂട്ടുന്നത്, അത്രേ ഉള്ളൂ. ശരി, മോളുടെ ഇഷ്ടം അതാന്നെ, അങ്ങനെ തന്നെ നടക്കട്ടെ. എന്തായാലും അപ്പച്ചി ഒരു കാര്യം പറയാം. മോളെന്തായാലും അവന്റെ കൂടെയല്ലേ താമസിക്കാൻ പോകുന്നേ. മോളെപ്പോലൊരു സുന്ദരി കുട്ടി വിചാരിച്ച അവനെയല്ല അവന്റെ അച്ഛനെ കൊണ്ടുവരെ ആവശ്യമുള്ളത് പറയിപ്പിക്കാൻ സാധിക്കും. അപ്പച്ചി പറഞ്ഞത് മോൾക്ക് മനസ്സിലായോ? ഇപ്രാവശ്യം അവൾ കണ്ണുകൾ വിടർത്തി വാ പൊത്തിച്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ തലയാട്ടി. മിടുക്കി. അപ്പച്ചി അവളുടെ കവിളിൽ അരുമയോടെ ഒന്ന് വലിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ടാണ് അവർ അപ്പച്ചിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. തലേ ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് ചെന്ന പാടെ രണ്ടുപേരും കിടന്നു. ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടാണ് വൈകുന്നേരം വിഭ എഴുന്നേറ്റത്. സ്ക്രീനിൽ വരുണിന്റെ പേര് കണ്ടതും അവൾ കിടന്നുകൊണ്ട് തന്നെ കോൾ കണക്ട് ചെയ്തിട്ട് ഫോൺ ചെവിയിലേക്ക് അടുപ്പിച്ചു. അവൻ എന്തെങ്കിലും പറയാൻ സാധിക്കും മുന്നേ തന്നെ അവൾ ചോദിച്ചു, പെണ്ണ് കാണാൻ പോയിട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോഴാണോടാ വിളിക്കുന്നേ? ഇന്നലെ നീ അമ്പലത്തിലായിരുന്നില്ലേ, അതാ വിളിക്കാഞ്ഞേ. ശരി, കാര്യം പറ മോനെ, എന്തായി? കുടുങ്ങി. നന്നായി. എന്നാ ആ കൊച്ചിന്റെ വിധി? ഓഗസ്റ്റ് 10 നിശ്ചയം. കല്യാണം മിക്കവാറും ഒക്ടോബറിലായിരിക്കും. നന്നായി വരട്ടെ. അഡ്വാൻസ് വിഷസ്. താങ്ക് യു. ഔദ്യോഗികമായി ക്ഷണിക്കും. രണ്ടുപേരും വന്നേക്കണം. രണ്ടുപേരോ? അതെ, നീയും നിന്റെ മാഷും. മാഷല്ല മോനെ, മാഷിന് പ്രമോഷനായി ഉണ്ണിയേട്ടൻ. ഓഹോ. യെസ്, അങ്ങേരുടെ അപ്പച്ചി എനിക്ക് പതിച്ച് തന്നേക്കുവാ. ഇഹേടി, നീ ഈ നാക്കിന്റെ ഗുണം അങ്ങേരുടെ അടുത്ത് കാണിക്കടി. കാര്യം തുറന്നു പറയും. വേണേ ഞാൻ പറയാം. അയ്യോടാ എന്റെ പൊന്നു മോനെ, ജീവിച്ചു പോയിക്കോട്ടെ. ഓഹോ, ആയിക്കോട്ടെ. അപ്പൊ ശരി, ഞാൻ വിളിക്കാം. ഓക്കേടാ. ആ കോൾ കട്ടായി. ദീപ വാഷ്റൂമിൽ കയറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ചായ ഇടാനായി അടുക്കളയിലേക്ക് നടന്നു. പോകും വഴി സുദേവിന്റെ മുറിയിലേക്ക് ഒന്നവൾ എത്തി നോക്കി. കിടക്കയിൽ കമഴ്ന്നു കിടന്ന് മുഖം ചരിച്ചു വെച്ച് ഉറങ്ങുന്നവനെ നോക്കി ഒരു നിമിഷം അവൾ ആ വാതിൽക്കൽ നിന്നു. അവിടെ ചെറുതായി നരച്ചിരിക്കുന്ന താടി ഭംഗിയായി ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്നത് ആൾക്ക് പ്രത്യേകമൊരു ഭംഗി നൽകുന്നുണ്ട്. മുകളിൽ കറങ്ങുന്ന ഫാനിന്റെ കാറ്റിൽ നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടിയിഴകൾ ചെറുതായി ഇളകുന്നു. ഉണ്ണിക്കുട്ടൻ. അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതോടൊപ്പം ഒരു ചിരിയും അവിടെ വിരിഞ്ഞു. ഒന്ന് സംശയിച്ചു നിന്നതിന് ശേഷം മുറിക്കകത്തേക്ക് കടന്ന അവൾ കട്ടിലിനരികിൽ ചെന്ന് അവന്റെ ഉറക്കം നോക്കി നിന്നു. അല്പനേരം ആ മുഖത്തേക്ക് നോക്കി നിന്ന അവൾ കൈ ഉയർത്തി അവന്റെ മുടിയിലൊന്ന് തലോടി. ഉറക്കത്തിൽ അവനൊന്ന് ഞരങ്ങി. ഞെട്ടി കൈ പിൻവലിച്ച അവൾ ധൃതിയിൽ പുറത്തേക്ക് നടന്നു. വാതിൽക്കൽ എത്തിയ അവൾ പുറത്തേക്കിറങ്ങും മുന്നേ ഒരിക്കൽ കൂടി ഒന്ന് തിരിഞ്ഞു നോക്കി. കൈകൾ കൊണ്ട് മുഖം പൊത്തി അവൻ ഉറക്കത്തിൽ തന്നെയാണെന്ന് കണ്ടതും ഒരു ചെറു ചിരിയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. ഉറക്കമുണർന്ന സുദേവ് മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്നും ഒരു പാട്ട് മൂളിത്തുടങ്ങുന്നത് കേട്ടത്. തോർത്തെടുത്ത് മുഖം തുടച്ച ശേഷം അവൻ അടുക്കളയിലേക്ക് നടന്നു.
അടുപ്പത്ത് ഇഡ്ഡലിപ്പാത്രത്തിനകത്ത് എന്തോ വെച്ചിട്ടുണ്ട്. സ്ലാബിൽ ചാരി കൈ കെട്ടി നിന്ന് ചെറു ശബ്ദത്തിൽ പാടുകയായിരുന്നു വിഭ. ഭൂമിയെ സ്നേഹിച്ചു ദേവാംഗനൊരു ജന്മം കൊതിച്ചു, ഒരുവരും അറിയാതെ മണ്ണിൽ ഒരു നിശാഗന്ധിയായി കൺ തുറന്നു. അവൾ ആ പാട്ട് മുഴുവൻ പാടിക്കഴിയും വരെ അവൻ കേട്ടുനിന്നു. പാടിക്കഴിഞ്ഞതും പുറകിൽ നിന്നും കയ്യടി കേട്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ആഹാ, ഉണ്ണിക്കുട്ടൻ നേരത്തെ എഴുന്നേറ്റോ? വാതിൽപ്പടിയിൽ ചാരി നിന്ന് പാട്ട് ആസ്വദിക്കുന്നവനെ കണ്ട് ഒരു കുസൃതി ചിരിയോടെ അവൾ ചോദിച്ചു. വേണ്ട. ചെവിക്ക് പിടിക്കാനെന്നോണം കൈ ഉയർത്തി അടുത്തേക്ക് ചെന്നപ്പോഴാണ് അവളുടെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. എന്താണ് വിഭക്കുട്ടി കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നേ? അവന്റെ സ്വരത്തിലെ വേവലാതി അറിഞ്ഞതും അവനെ ആശ്വസിപ്പിക്കാനെന്നോണം അവൾ ചിരിച്ചു. ഏയ് ഒന്നുമില്ല, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടാ. പക്ഷെ എപ്പോ പാടിയാലും സങ്കടം വരും. ചൂടോ സാരമില്ല പോട്ടേട്ടോ. ഇതെന്തോന്നായി ഉണ്ടാകുന്നേ? അവൻ അടുപ്പത്തേക്കൊന്ന് എത്തി നോക്കി. ഇത് കൊഴുക്കട്ട. ഉണ്ണിയേട്ടന് ഇഷ്ടാന്ന് അപ്പച്ചി പറഞ്ഞു. ആ, അപ്പച്ചി ഉണ്ടാക്കുമ്പോ ഈ ശർക്കരയും പീരയുമൊക്കെ കൂടുതലായിട്ടിട്ടിട്ട് ഉണ്ടാക്കും. അറിയാം, ചില കാര്യങ്ങളിലൊക്കെ ഈ ഉണ്ണി ഒരു ഉണ്ണിക്കുട്ടനാന്ന് അപ്പച്ചി പറഞ്ഞു. എവിടെ നോക്കട്ടെ. അവൻ ആ ഇഡ്ഡലിപ്പാത്രത്തിന്റെ അടുപ്പ് ഉയർത്താൻ നോക്കി. അവന്റെ കൈക്ക് കളിയായി മെല്ലെ ഒരു തട്ട് കൊടുത്തു അവൾ. വെന്തിട്ടില്ല ഉണ്ണിയേട്ടാ, പേടിക്കണ്ട, ശർക്കര കൂടുതൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കൈ തടവിക്കൊണ്ടവൻ അവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ ആ സമയം വാത്സല്യമായിരുന്നു തിളങ്ങിയത്. അവന്റെ കണ്ണുകളിലെ ആഴങ്ങളിൽ അന്ന് ആദ്യമായി വാത്സല്യത്തിന് മുകളിൽ തെളിഞ്ഞ തിളക്കം അവളുടെ ഉള്ളിൽ ഒരു പൂമഴ പെയ്ച്ചു. ആ കണ്ണുകളുടെ കാന്തശക്തിയിൽ തന്റെ ഉള്ളിലെ പ്രണയം അറിയാതെ പറഞ്ഞു പോകുമെന്ന് തോന്നിയതും അവൾ കണ്ണുകൾക്കൊപ്പം വിഷയവും മാറ്റി. പിന്നൊരു കാര്യമുണ്ട്, വരുൺ വിളിച്ചിരുന്നു. അവന്റെ കല്യാണം നിശ്ചയിച്ചു കേട്ടോ. ആഹാ, അത് കൊള്ളാലോ. എന്നാ സംഭവം? അവൾക്കെതിരെയുള്ള സ്ലാബിലേക്ക് ചാരി നിന്നിട്ട് അവൻ ചോദിച്ചു. ഈ വരുന്ന ആഗസ്റ്റ് 10-ാം തീയതി നമുക്ക് പോണം കേട്ടോ, അവൻ ക്ഷണിക്കും. അതിനെന്താ, പോകാലോ. അതുപോലെ ഇന്ന് തന്നെ ആശ്രയെ വിളിച്ചിട്ട് ആ ജാതകം തരാൻ പറയണം. അതിന്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചാൽ മതിയാകും. പെണ്ണ് കാണാൻ അടുത്ത ഞായറാഴ്ച തന്നെ നമുക്ക് പോകണം. അതൊക്കെ എപ്പോഴേ കട്ടുബോധിച്ചു. അതൊക്കെ എപ്പോഴേ കിട്ടിയെന്ന്. അനിയൻ അത് ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്, എടുത്തു നോക്ക്. ഒരു കോപ്പി എനിക്കും കിട്ടി. ഇഡ്ഡലിപ്പാത്രത്തിന്റെ അടപ്പൊന്ന് തുറന്നു നോക്കി വീണ്ടും അടച്ചിട്ട് അവൾ അവന് നേർക്ക് തിരിഞ്ഞു. ആണോ? ഞാൻ ഫോൺ നോക്കിയില്ലായിരുന്നു. എന്തില്ലല്ലേ? അവൻ വീണ്ടും അടപ്പത്തേക്ക് എത്തി നോക്കി. ഇല്ല മനുഷ്യ, നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നെയാ ഉണ്ടാക്കി. ഇങ്ങനൊരു കൊതിയൻ. മൂക്കത്ത് വിരൽ വെച്ചുള്ള അവളുടെ കളിയാക്കൽ കേട്ട് അവൻ അവളെ നോക്കി കണ്ണുകൾ ചിമ്മിച്ചിരിച്ചു. തുടരും. പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. കഥ ഇഷ്ടമാകുന്നവർ എന്തെങ്കിലും ഒരു അഭിപ്രായം കൂടി പറഞ്ഞിട്ട് പോകണേ. അതോടൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ. See you soon.